ഒരു മാസത്തെ കൾട്ടിവേഷനായി മാറി നിൽക്കുകയാണ് എന്നൊക്കെ സിമാജിയാവോ പറഞ്ഞെങ്കിലും ഇടയ്ക്ക് തിങ്ങാൻ അവനെ കാണാനായി ചെല്ലുന്നുണ്ട്. ആ സമയത്ത് അവൻ മയങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ തിങ്ങാൻ അവൻ്റെ അടുത്ത് ചെന്നിരുന്ന് അവൻ്റെ കൈകളിൽ പിടിച്ചു നോക്കുന്നുണ്ട്. കൈകൾക്ക് വലിയ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല എന്നറിഞ്ഞപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. സ്പിരിറ്റ് ഫയർ അവൻ്റെ ഉള്ളിൽ കുഴപ്പമുണ്ടാക്കുകയാണെങ്കിൽ അവൻ്റെ ശരീരവും അതേപോലെ ചൂടാവേണ്ടതാണല്ലോ. അങ്ങനെയൊന്നുമില്ല എന്നറിഞ്ഞ് അവൾ ആശ്വസിക്കുന്നു. അപ്പോഴേക്കും അവൻ ഉണരുന്നുണ്ട്. ലിറ്റിൽ ഫ്ലെയിമിനെ അവിടെയൊന്നും കാണാത്തതുകൊണ്ട് അതെവിടെയെന്ന് അവൾ അന്വേഷിക്കുന്നു. അതിപ്പോൾ ഭയങ്കര ബഹളമാണ്, അതുകൊണ്ട് ഞാൻ അതിനെ ലോക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന് സിമാജിയാവോ കള്ളം പറയുന്നു. ഫ്ലെയിം അവിടെ ഉണ്ടെങ്കിൽ സത്യമൊക്കെ വിളിച്ച് പറയുമല്ലോ. തിങ്ങാൻ അതൊക്കെ അറിയുമോ എന്ന് അവന് പേടിയാണ്. അവളുടെ മുന്നിൽ കൂളായിട്ടിരിക്കാൻ അവൻ നന്നായി പാടുപെടുന്നുണ്ട്. പക്ഷെ തിങ്ങാൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്നാലും അവൻ്റെ സോൾ മാനറിൽ കയറി നോക്കണം എന്നുള്ള ആഗ്രഹം അവൾ പറയുന്നുണ്ട്. സിമാജിയാവോ അതിനെതിരെ പറയുന്നില്ല. അങ്ങനെ അവൾ അവൻ്റെ സോൾ മാനറിനുള്ളിലേക്ക് കയറുന്നു. പക്ഷേ ഈ സമയത്ത് സിമാജിയാവോ എന്തോ ഒരു മാജിക് പ്രയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സിമാജിയാവോയുടെ സോൾ മാനർ തൻ്റെ സോൾ മാനർ പോലെയാണ് തിങ്ങാൻ ഫീൽ ചെയ്യുന്നത്. അവിടെയും ഏകദേശം അതേപോലെയൊക്കെ ആയിരിക്കുന്നു. അവൾ ആ ഇടിമിന്നലൊക്കെ ഏറ്റ് തന്നെ രക്ഷപ്പെടുത്തിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് അവൻ പറയുന്നത്. അവളത് വിശ്വസിക്കുന്നുണ്ട്. ശരിക്കും അവൻ്റെ സോൾ മാനറിനുള്ളിൽ സ്പിരിറ്റ് ഫയർ ഉയർന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തിങ്ങാനെ അത് അറിയിക്കാതിരിക്കാൻ അവൻ നന്നായി പാടുപെടുന്നുണ്ട്. അവളുടെ ശ്രദ്ധ മാറിയ സമയത്ത് അവൻ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നു. കൂടുതൽ സമയം അവളെ അവിടെ നിർത്താതെ അവൻ അവളെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അവർ എഴുന്നേറ്റ് പോയ ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ പൂക്കളും ചെടികളുമൊക്കെ സ്പിരിറ്റ് ഫയറിൻ്റെ ശക്തി കൊണ്ട് കത്തി നശിക്കുന്നു. ശരിക്കും അവളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു ഇല്യൂഷൻ അവൻ അവിടെ ഉണ്ടാക്കിയതായിരുന്നു. അവർ പോയതോടെ സ്പിരിറ്റ് ഫയർ അവിടെ മുഴുവൻ കാർന്ന് തിന്നുന്നുണ്ട്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞുള്ള കാര്യമാണ് പിന്നീട് കാണിക്കുന്നത്. ഉറക്കത്തിലായിരുന്ന തിങ്ങാൻ്റെ അടുത്തേക്ക് സിമാജിയാവോ ചെന്നിരിക്കുന്നു. അവളിടയ്ക്ക് ഉണർന്ന് അവനെ കാണുന്നുണ്ടെങ്കിലും സ്വപ്നം കാണുകയായിരിക്കും എന്ന് കരുതി വീണ്ടും തിരിഞ്ഞു കിടക്കുന്നുണ്ട്. അവൻ സംസാരിച്ചപ്പോഴാണ് അത് ശരിക്കുമുള്ള അവൻ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അപ്പോഴും അവൾ പിണക്കം നടിച്ച് കിടക്കുന്നുണ്ട്. അവൻ കൾട്ടിവേഷൻ എന്ന് പറഞ്ഞ് പോയിട്ട് ഇങ്ങനെ മാസങ്ങളായിരിക്കുന്നല്ലോ. അവർ നേരത്തെ തീരുമാനിച്ചതുപോലെ വിവാഹം ആ സമയത്തൊന്നും നടത്താൻ കഴിഞ്ഞില്ല. അതിൻ്റെ പിണക്കമാണ് അവൾക്ക്. അവൻ പക്ഷേ അതൊന്നും അത്ര കാര്യമാക്കാതെ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ എങ്ങോട്ടേക്കോ പോവാൻ വിളിക്കുന്നുണ്ട്. പക്ഷെ തിങ്ങാൻ എപ്പോഴും പിണക്കം നടിച്ച് ചെല്ലുന്നില്ല എന്ന് പറഞ്ഞ് ഉറങ്ങാൻ കിടക്കുകയാണ്. സിമാജിയാവോ അവളെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അവൻ അവൾക്ക് വേണ്ടി പുതിയതായൊരു സ്ഥലം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്കായിരുന്നു അവൻ അവളെ കൊണ്ടുപോയത്. ആ പ്രദേശം വളരെ മനോഹരമായിട്ടായിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത്. ശരിക്കും അത് തിങ്ങാൻ്റെ സോൾ മാനറിനോട് സാമ്യമുള്ള രീതിയിലായിരുന്നു. അവൾക്ക് ആദ്യം അത് മനസ്സിലാവുന്നില്ല. അവൻ പറഞ്ഞപ്പോഴാണ് അതേ രീതിയിലാണ് അവനത് റെഡിയാക്കിയിട്ടുള്ളതെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. ആദ്യ തവണ നിൻ്റെ സോൾ മാനറിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഞാൻ വളരെയധികം അട്രാക്ട് ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അതേ രീതിയിൽ തന്നെ ഇങ്ങനൊരു സിറ്റി ഉണ്ടാക്കിയത് എന്നൊക്കെ അവൻ പറഞ്ഞപ്പോൾ, ഇങ്ങനൊരു സിറ്റി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? നിനക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ സോൾ മാനറിനുള്ളിൽ കയറി അവിടെ കാണാമല്ലോ എന്ന് അവൾ പറയുന്നുണ്ട്. ഭാവിയിൽ എപ്പോഴെങ്കിലും നിനക്ക് മനസ്സിന് വല്ല അസ്വസ്ഥതയും തോന്നുകയാണെങ്കിൽ ഇവിടെ വന്നാൽ റെസ്റ്റ് എടുക്കാവുന്നതാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ, നീ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വരാനാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. സിമാജിയാവോ പക്ഷേ അതിനൊന്നും മറുപടി പറയുന്നില്ല. കുറേ സമയം അവർ അവിടെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നു. ശരിക്കും അവൻ അവിടെ നിന്ന് പോകാനുള്ള സമയമായിരിക്കുന്നു. ഒരു യാത്ര പറച്ചിലിന് വേണ്ടിയിട്ടാണ് അവൻ അവളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. പക്ഷേ ആദ്യം അതവൻ പറയുന്നില്ല. അവളെ റിലാക്സ് ചെയ്യാൻ കൊണ്ടുവന്നത് പോലെയാണ് അവൻ സംസാരിച്ചത്. കുറച്ച് റിലാക്സ് ആയപ്പോൾ തിങ്ങാൻ അവിടെ ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങുന്നുണ്ട്. അവൻ അതിന് എതിർപ്പൊന്നും പറയുന്നില്ല. പക്ഷേ അവൾ നല്ല ഉറക്കത്തിലായി കഴിഞ്ഞപ്പോൾ സിമാജിയാവോ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിലേക്ക് തന്നെ നെറ്റിമുട്ടിച്ച് തൻ്റെ ശക്തിയെല്ലാം അവൾക്ക് പാസ് ചെയ്യാൻ തുടങ്ങുന്നു. ആ സമയത്ത് തിങ്ങാൻ ഉണർന്നിട്ട് നീ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി പറയാതെ അവൻ അവളെ അടുത്തേക്ക് പിടിച്ച് കിസ് ചെയ്യുന്നു. ആ സമയത്തും അവൻ അവൻ്റെ ശക്തി അവളിലേക്ക് പാസ് ചെയ്യുകയാണ്. അത് മനസ്സിലായതോടെ തിങ്ങാൻ അവനെ തള്ളി മാറ്റിയിട്ട് എന്തിനാണ് നീ നിൻ്റെ ശക്തിയെല്ലാം എനിക്ക് തരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ സിമാജിയാവോ അതിനും ഉത്തരം നൽകാതെ അവളെ വീണ്ടും ബലമായി അടുത്തേക്ക് പിടിച്ച് കിസ് ചെയ്തുകൊണ്ട് തൻ്റെ ശക്തി പൂർണ്ണമായും അവൾക്ക് നൽകുന്നു. അവളുടെ ചുണ്ടൊക്കെ മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ വിടുന്നില്ല. അതേപോലെ തന്നെ അവൻ്റെ പുറത്തു നിന്നും ഒരു മുറിവിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട് എന്ന് തിങ്ങാൻ മനസ്സിലാവുന്നു. അവളുടെ കയ്യിലൊക്കെ ബ്ലഡ് ആവുന്നുണ്ട്. അവൻ്റെ ശക്തി പൂർണ്ണമായും അവളിലേക്ക് ആയി കഴിഞ്ഞപ്പോഴാണ് അവൻ അവളുടെ പിടി വിട്ട് മാറിയത്. തിങ്ങാൻ ഒന്നും മനസ്സിലാവാതെ ആകെ അമ്പരന്നിരിക്കുകയാണ്. സിമാജിയാവോ എന്താണ് സംഭവിക്കുന്നതെന്ന് പതുക്കെ അവളോട് പറഞ്ഞു തുടങ്ങുന്നു. അവൻ്റെ ഉള്ളിലുള്ള ആ സ്പിരിറ്റ് ഫയർ അവൻ്റെ ബ്ലഡുമായിട്ടും സോളുമായിട്ടും ചേർത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് അതിപ്പോൾ തിങ്ങാന് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. ഇനി അധികം വൈകാതെ അവൻ മരിക്കും. തിങ്ങാൻ അതോടെ ഈ ലോകത്തിലേക്ക് ഏറ്റവും ശക്തിയായി മാറും. സ്പിരിറ്റ് ഫയർ ഇപ്പോൾ അവളുടെ കൺട്രോളിലായിരിക്കുകയാണ്. അങ്ങനെ സ്പിരിറ്റ് ഫയർ അവളുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ആരും ഇനി അവൾക്കെതിരായി ഒന്നും ചെയ്യാൻ തയ്യാറാവില്ല. എല്ലാവരും അവളെ പേടിക്കും. സ്പിരിറ്റ് ഫയറിൻ്റെ ഉടമയായിരുന്ന അവനെ കൊന്ന് സ്പിരിറ്റ് ഫയർ തൻ്റെ അടുത്തേക്ക് ആക്കിയതുകൊണ്ട് എല്ലാവരും ഇനി പേടിയോടെ മാത്രമേ അവളെ നോക്കിക്കാണുകയുള്ളൂ. ഇതൊക്കെ അവൻ പറഞ്ഞപ്പോൾ നമ്മുടെ ശത്രുക്കളെല്ലാം ഓൾറെഡി മരിച്ചു കഴിഞ്ഞല്ലോ. പിന്നെന്തിനാണ് ഇങ്ങനെ അവൻ സ്വന്തം ജീവൻ ബലി കൊടുത്തിട്ട് തന്നെ കൂടുതൽ സ്ട്രോങ് ആക്കുന്നതെന്ന് അവൾ വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. 2 സ്പിരിറ്റ് ഫയറും കൂടി മെർജ് ചെയ്ത ശേഷം തൻ്റെ ശരീരം ഓൾറെഡി നശിക്കാൻ തുടങ്ങിയിരുന്നു. ഇനി അധികകാലം എന്തായാലും ജീവിക്കാൻ സാധിക്കില്ല. പിന്നെ അവളുടെ ഉള്ളിലെ ഡീമണിക് കോർ തൽക്കാലത്തേക്ക് ശാന്തമാക്കാൻ കഴിഞ്ഞെങ്കിലും അതിനെ
സ്ഥിരമായി അങ്ങനെ അടക്കി നിർത്താൻ സാധിക്കുകയില്ല. അതിനെ കൺട്രോൾ ചെയ്യാൻ സ്പിരിറ്റ് ഫയറിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സ്പിരിറ്റ് ഫയർ അവളുടെ ഉള്ളിലുള്ളതുകൊണ്ട് ഇനി ഒരിക്കലും ആ ഡീമണിക് കോർ സ്ട്രോങ് ആയി അവളെ അതിൻ്റെ കൺട്രോളിലാക്കുകയില്ല. മാത്രമല്ല അവൻ തൻ്റെ സോളും ശക്തിയുമെല്ലാം ഉപയോഗിച്ച് ആ ഡീമണിക് കോറിനെ ഇപ്പോൾ ശുദ്ധീകരിച്ചിരിക്കുകയുമാണ്. ഇനി മുതൽ നീ ഒരു രണ്ടാമത്തെ ഞാനായി ഇവിടെ ജീവിക്കണം. എൻ്റെ സോൾ നിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ സ്പിരിറ്റ് ഫയർ കാരണം ഞാൻ അനുഭവിച്ചതുപോലെയുള്ള ടോർച്ചറിങ് നിനക്ക് അനുഭവിക്കേണ്ടി വരികയില്ല എന്നൊക്കെ അവൻ പറയുന്നു. തിങ്ങാൻ ഞാനിത് സമ്മതിക്കില്ല, എൻ്റെ അനുവാദം ചോദിച്ചിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ലല്ലോ. അധികം വൈകാതെ അവൻ തളർന്നു വീഴുന്നു. കുറച്ച് സമയം കൂടി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അവൻ്റെ ശരീരം അലിഞ്ഞില്ലാതെയാവുന്നുണ്ട്. തിങ്ങാൻ അവിടെ ഇരുന്ന് ഉറക്കെ കരയാൻ തുടങ്ങുന്നു. അവസാനം അവൻ്റെ വിരലിൽ കിടന്ന ആ മോതിരം മാത്രം അവളുടെ മുന്നിൽ ബാക്കിയാവുന്നുണ്ട്. സിമാജിയാവോയുടെ സ്പിരിറ്റ് ഫയറിൻ്റെ അടയാളം തിങ്ങാൻ്റെ നെറ്റിയിൽ തെളിയുകയും ചെയ്യുന്നു. ആ മോതിരം മാത്രം അവൾ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നു. അതിലൂടെ അവനെ തിരികെ കൊണ്ടുവരാൻ കഴിയും എന്നൊരു ചെറിയ പ്രതീക്ഷ അവൾക്കുണ്ട്. അധികം വൈകാതെ അവളുടെ ബോധം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇനി 19 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ് കാണിക്കുന്നത്. സിമാജിയാവോ ഇവിടെ നിന്ന് പോയിട്ട് 19 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ തിങ്ങാൻ അവനെ കൊന്നു എന്നാണ് എല്ലാവരും അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പിരിറ്റ് ഫയറിൻ്റെ ഉടമയായ അവളെ എല്ലാവർക്കും പേടിയാണ്. എല്ലാവരും അനുസരണയോടെയും ബഹുമാനത്തോടെയും മാത്രമാണ് അവളുടെ മുന്നിൽ നിൽക്കുന്നത്. നല്ലൊരു ഭരണാധികാരിയായി ഇമ്മോർട്ടൽസിനെയും ഡീമൻസിനെയും ഒരുമിപ്പിച്ച് നല്ല രീതിയിൽ ഭരണം കാഴ്ചവെച്ച് തിങ്ങാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവളുടെ ഭരണത്തിൽ നല്ല സന്തുഷ്ടരാണ്. നല്ല സന്തോഷത്തോടെയാണ് ജനങ്ങളെല്ലാം അവിടെ ജീവിക്കുന്നത്. അല്പസമയം ഫ്രീ കിട്ടിയാൽ ഉടനെ തിങ്ങാൻ സിമാജിയാവോ ഉണ്ടാക്കിയ ആ പുതിയ സ്ഥലത്ത് ചെന്നിരുന്ന് റെസ്റ്റ് എടുക്കാറുണ്ട്. അവിടെ ഇരിക്കുന്ന സമയത്ത് അവൻ തൻ്റെ അടുത്തേക്ക് വരുന്നത് പോലെയൊക്കെ അവൾ സ്വപ്നം കാണാറുണ്ട്. അത് സത്യമല്ല എന്നറിയുമ്പോൾ അവൾ അവിടെ ഇരുന്ന് ഉറക്കെ കരയുകയും ചെയ്യും. മുമ്പ് അവൻ അനുഭവിച്ചിരുന്നത് പോലെ സ്പിരിറ്റ് ഫയറിൻ്റെ ടോർച്ചറിങ് അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് അനുഭവിക്കേണ്ടി വരാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം അവൾക്കുണ്ടാവില്ല എന്ന് മുമ്പ് അവൻ പറഞ്ഞിരുന്നതാണല്ലോ. പക്ഷേ അവൻ്റെ സോൾ മുഴുവനായി തൻ്റെ ഉള്ളിലേക്ക് ആക്കാതെ അവൾ അതിൻ്റെ ഒരു ചെറിയ അംശം റിലീസ് ചെയ്തിരുന്നു. അവൻ എന്തെങ്കിലും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അവൾ അങ്ങനെ ചെയ്തത്. അതുകൊണ്ടാണ് അവൾക്കിപ്പോൾ ഈ സ്പിരിറ്റ് ഫയറിൻ്റെ വേദന അനുഭവിക്കേണ്ടി വരുന്നത്. അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ലെങ്കിലും അവളുടെ വേദന കുറച്ചെങ്കിലും കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മരുന്ന് അവളുടെ മാസ്റ്റർ ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവൾക്കുണ്ടാക്കി നൽകാറുണ്ട്. അദ്ദേഹം കൊണ്ട് കൊടുത്താൽ അത് കുടിക്കില്ല എന്നുള്ളതുകൊണ്ട് റൂളിങ്ങിൻ്റെ കൈവശമാണ് മാസ്റ്റർ അത് കൊടുത്തയച്ചത്. മരുന്ന് കഴിക്കാനുള്ള തിങ്ങാൻ്റെ മടിക്കൊന്നും ഒരു മാറ്റവുമില്ല. മരുന്ന് വേണ്ടെന്ന് അവൾ പല പ്രാവശ്യവും പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും റൂളിങ്ങിൻ്റെ നിർബന്ധം കാരണം അവസാനം കുടിക്കേണ്ടി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾ റൂളിങ്ങിനൊപ്പം സിറ്റിയിലേക്കൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാനായി പോകുന്നു. ജനങ്ങളൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെ കഴിയുന്നത് കണ്ടപ്പോൾ തിങ്ങാനും സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. അവൾ അവിടെയുള്ളൊരു ഷോപ്പിൽ ചെന്നിരുന്നപ്പോൾ തന്നെ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഷോപ്പ് ഉടമ അവൾക്ക് ഫുഡുമായി ചെല്ലുന്നു. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫുഡ് ഐറ്റമാണ് അദ്ദേഹം കൊണ്ട് നൽകിയത്. അവൾ അധികാരത്തിൽ വന്ന ശേഷം ടാക്സ് ഒക്കെ വളരെയധികം കുറച്ചിരിക്കുന്നതിനാൽ അവരെപ്പോലെയുള്ള സാധാരണക്കാരായ കച്ചവടക്കാർക്കൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് അവൾ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഫുഡ് കൊണ്ട് നൽകിയത്. അതിൻ്റെ പണം നൽകാമെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും വേണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം നിരസിക്കുന്നു. അവിടെ ഇരുന്ന് ഓരോന്നും പറയുന്ന കൂട്ടത്തിലാണ് നിഞ്ചുവിനെ പറ്റി തിങ്ങാൻ റൂളിങ്ങിനോട് അന്വേഷിക്കുന്നത്. നിഞ്ചുവും റൂളിങ്ങും തമ്മിൽ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിലും അടുത്ത സമയത്തായി നിഞ്ചു ആണെങ്കിൽ ഭയങ്കര സീക്രട്ടീവ് സ്വഭാവമാണ്. എവിടേക്കാണ് പോകുന്നതെന്നും അറിയില്ല. നിന്ന നിപ്പിൽ ഉടനെ കാണാതാവും. പിന്നെ ഏതെങ്കിലും സമയത്തായിരിക്കും തിരിച്ചു വരിക. എന്തെങ്കിലും ചോദിച്ചാൽ വിശദമായിട്ടൊന്നും പറയാറില്ല എന്നൊക്കെ റൂളിങ് കുറേ പരാതി പറയുന്നുണ്ട്. അവനുമായി ബ്രേക്കപ്പ് ആയാലോ എന്നുള്ള ഐഡിയയും അവൾ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ 2 തവണ അവൾ അവനുമായി പ്രണയത്തിലാവുന്നത് തിങ്ങാൻ നേരിട്ട് കണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ബ്രേക്കപ്പിനെ പറ്റി തൽക്കാലം ചിന്തിക്കേണ്ട, ഞാനൊന്ന് നിഞ്ചുവിനോട് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞ് തിങ്ങാൻ അന്ന് തന്നെ തിരികെ എത്തിയ ശേഷം നിഞ്ചുവിനെ കണ്ട് സംസാരിക്കുന്നു. എങ്ങോട്ടാണ് പോയതെന്നൊന്നും നിഞ്ചു ആദ്യം പറയാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ തിങ്ങാൻ അവൻ്റെ ശരീരത്തിൽ ഒരു സെർച്ച് നടത്തുന്നു. വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ സ്മെല്ല് നിൻ്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയാൽ നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവളത് ചെയ്തത്. പക്ഷേ അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവൾക്ക് സിമാജിയാവോയുടെ സ്മെല്ല് അവൻ്റെ ശരീരത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതോടെ സിമാജിയാവോ എവിടെയോ ഉണ്ട് എന്ന് തിങ്ങാനും മനസ്സിലാവുന്നു. അങ്ങനെ അവൾ അതിനെപ്പറ്റി അവനോട് ചോദിക്കുന്നു. ആദ്യം നിഞ്ചു സത്യം പറയാൻ തയ്യാറാവുന്നില്ലെങ്കിലും അവസാനം അവനെല്ലാം തുറന്ന് പറയേണ്ടി വരുന്നുണ്ട്. സിമാജിയാവോ മരിക്കുന്നതിന് മുമ്പ് തന്നെ താൻ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ സോളിൻ്റെ ഒരു അംശം റിലീസ് ചെയ്യാൻ തിങ്ങാൻ തയ്യാറാവുകയാണെങ്കിൽ താൻ എവിടെയായിരിക്കും ഉണ്ടാവുക എന്ന് നിഞ്ചുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിങ്ങാൻ അങ്ങനെ റിലീസ് ചെയ്തതുകൊണ്ട് നിഞ്ചു അവനെ അന്വേഷിച്ചു കണ്ടെത്തുകയായിരുന്നു. ഭൂമിയിൽ മനുഷ്യർക്കിടയിലാണ് ഇപ്പോൾ സിമാജിയാവോ ഉള്ളത്. 19 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവൻ അവിടെ ഒരു രാജകുടുംബത്തിലെ യുവരാജാവായി ജനിച്ചു കഴിഞ്ഞു. ചെറുപ്പത്തിൽ തന്നെ അവന് അധികാരം ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുകയാണ്. അന്ന് മുതൽ തന്നെ അവനെ കൊന്ന് അധികാരം തട്ടിയെടുക്കാൻ പല ശത്രുക്കളും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിഞ്ചുവിന് രഹസ്യമായി അവനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. ഇവരുടെ സെക്റ്റിലുള്ളവർക്ക് പുനർജനിക്കാനുള്ള ചാൻസ് 3 വട്ടമുണ്ടെന്ന് ആദ്യമേ ഒരു തവണ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഓരോ തവണ പുനർജനിക്കുമ്പോഴും കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ ഓർക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരു സോൾ പില്ല് നൽകേണ്ടത് ആവശ്യമുണ്ട്. പക്ഷേ സിമാജിയാവോ ഇങ്ങനെ ജനിച്ചത് ഇതുവരെ ഇവർക്കറിയാതിരുന്നതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചില്ലല്ലോ.
അതിനുള്ള സമയവും കഴിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് ഇനി അവന് ഈ ഓർമ്മകൾ തിരികെ കിട്ടാൻ സാധ്യതയില്ലല്ലോ എന്ന് റൂളിംഗ് പറയുന്നു. അവനോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കിയാലോ എന്നും അവൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇനി ഭാവിയിൽ ഇങ്ങനെ ഒരു ജന്മത്തിൽ ആരെങ്കിലും വന്ന് തന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ താൻ അതൊരിക്കലും വിശ്വസിക്കില്ല എന്ന് മുമ്പൊരിക്കൽ സിമാജിയാവോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിഞ്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് അവൻ്റെ അടുത്ത് പോയി അങ്ങനെയൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് നിഞ്ചു തന്നെ പറയുന്നു. അല്ലെങ്കിലും അവൻ്റെ സ്വഭാവം വെച്ച് അത് ശരിയാണെന്ന് തിങ്ങാനും തോന്നുന്നുണ്ട്. ഓർമ്മകൾ തിരികെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സൊല്യൂഷൻ അവൻ തന്നെ കണ്ടിട്ടുണ്ടാവുമെന്ന് പറഞ്ഞ് നിഞ്ചു ആശ്വസിപ്പിക്കുന്നു. ഇപ്പോൾ അവന് 19 വയസ്സായിട്ടേ ഉള്ളൂ, പ്രായപൂർത്തിയായിട്ടില്ല. അതുകൊണ്ടാണ് ഇതുവരെ ഇക്കാര്യം ഇവരോട് പറയാതിരുന്നതെന്ന് നിഞ്ചു അറിയിക്കുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് അവൻ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തപ്പോൾ അവന് നേരെ കൊള്ളക്കാർ ആക്രമണം നടത്തുകയുണ്ടായി. അങ്ങനെ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ അവനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിഞ്ചുവിന് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവേണ്ടി വന്നത്. അതുകൊണ്ടാണ് റൂളിങ്ങുമായി നേരത്തെ പറഞ്ഞിരുന്ന സമയത്ത് അവന് മീറ്റ് ചെയ്യാൻ സാധിക്കാതിരുന്നത്. അതും പറഞ്ഞ് അവൻ സോറി പറയുന്നുണ്ട്. ഇതൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര കുഴപ്പങ്ങൾ ഉണ്ടാവില്ലായിരുന്നല്ലോ എന്ന് റൂളിംഗ് ചോദിക്കുന്നു. എന്തായാലും സിമാജിയാവോ മറ്റൊരു സ്ഥലത്തുണ്ട് എന്ന് അറിഞ്ഞതോടെ തിങ്ങാൻ ഇനി അവനെ കാണാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അവൾ എഴുന്നേൽക്കുന്നുണ്ട്. നിഞ്ചു അവളെ തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവനങ്ങനെ തടയുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ സിമാജിയാവോ ഉള്ളത് മനുഷ്യരുടെ ഇടയിലാണല്ലോ. അവിടെ ആണെങ്കിൽ ഇമ്മോർട്ടൽസിൻ്റെ സെക്റ്റോ അങ്ങനെയുള്ള സ്പിരിച്വൽ എനർജിയോ ഒന്നുമില്ല. അതുകൊണ്ട് അവൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നന്നായി ബുദ്ധിമുട്ടേണ്ടി വരും. ഇപ്പോഴുള്ള കൾട്ടിവേറ്റേഴ്സിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് തിങ്ങാനാണ്. ഒരാളുടെ കൾട്ടിവേഷൻ പവർ കൂടുന്നതനുസരിച്ച് അത് ഉപയോഗിക്കാനുള്ള ലിമിറ്റും അവിടെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്പെൽസ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ശക്തമായ സ്പെൽസൊക്കെ ഉപയോഗിക്കേണ്ടി വന്നാൽ അവൾ അതിൻ്റെ തിരിച്ചടി നേരിടേണ്ടി വരും. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും തിങ്ങാനെ പിന്തിരിപ്പിക്കാൻ അവന് പറ്റുന്നില്ല. മനുഷ്യരുടെ ഇടയിൽ ജീവിച്ച് എനിക്ക് നല്ല പരിചയമുണ്ടെന്ന് പറഞ്ഞ് അവൾ പോകാനായി ഇറങ്ങുന്നു. അപ്പോഴാണ് ബിയാൻ്റെ ശരീരത്തിലൂടെ യോയുവാൻ ചിലപ്പോൾ തിരികെ വന്നിട്ടുണ്ടാവും. അത് അവൾക്കൊരു ഭീഷണിയാവാൻ സാധ്യതയുണ്ട്. ഒന്നാമത് അയാളിപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് സിമാജിയാവോ ഇക്കാര്യം മുമ്പ് അവളോട് പറയാതിരുന്നത് എന്നൊക്കെ നിഞ്ചു പറയുന്നു. പക്ഷെ അത് കേട്ടിട്ടും തിങ്ങാൻ്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. നന്നായി ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് അവൾ അപ്പോൾ തന്നെ പുറപ്പെടുന്നു. റൂളിങ്ങും അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ അവർ സിമാജിയാവോ ഇപ്പോൾ ഭരിക്കുന്ന ആഹു കിങ്ഡത്തിലെത്തുന്നു. പക്ഷെ അവിടെ എത്തി സിമാജിയാവോയെക്കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ തിങ്ങാൻ ആകെ വിഷമത്തിലാവുന്നുണ്ട്. കാരണം വളരെ ക്രൂരനായിട്ടുള്ള ഒരുപാട് ഭാര്യമാരൊക്കെ ഉള്ള ഒരു ദുഷ്ടൻ രാജാവായിട്ടാണ് ആളുകളിൽ നിന്ന് അവനെക്കുറിച്ച് അവൾക്ക് അറിയാൻ സാധിച്ചത്. ഇതൊക്കെ അറിഞ്ഞപ്പോൾ ആദ്യം തിങ്ങാൻ ആകെ തകർന്നു പോകുന്നുണ്ട്. റൂളിംഗ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ തിങ്ങാൻ തന്നെ സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ തൻ്റെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി അവന് പലരെയും വിവാഹം കഴിക്കേണ്ടി വന്നതായിരിക്കാം. എന്തായാലും അവൻ ഏത് രീതിയിലാണെങ്കിലും അവനെ ഇപ്പോഴത്തെ രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞവൾ സ്വയം സമാധാനിക്കുന്നു. സിമാജിയാവോ ഇപ്പോൾ അവർ വന്നിരിക്കുന്ന ആ സിറ്റിയിൽ തന്നെ ഒരു വേശ്യാലയത്തിൽ താമസിക്കുകയാണ്. ആ സിറ്റിയുടെ ഗവർണർ അവനെ കാണാനായി ചെല്ലുന്നുണ്ട്. പക്ഷേ അവൻ അയാളോട് വല്ലാതെ ദേഷ്യപ്പെടുന്നു. രാജാവാണെന്ന രീതിയിലല്ലാതെ വേഷം മാറി മറ്റൊരാളെന്ന ഐഡൻറ്റിറ്റിയിലാണ് സിമാജിയാവോ അവിടെ തങ്ങുന്നത്. ആ ഗവർണർ കാണാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് അയാളെ പബ്ലിക്കായി കൊല്ലാൻ അവൻ ഓർഡർ നൽകുന്നുണ്ട്. അങ്ങനെ അയാളുടെ തന്നെ ജോലിക്കാർ അയാളെ കൊല്ലാനായി ആ മാർക്കറ്റിലെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത് തിങ്ങാനും റൂളിങ്ങും കൂടി കാണുന്നു. തിങ്ങാൻ തന്നെ മാജിക് ഉപയോഗിച്ച് അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും റൂളിംഗ് പെട്ടെന്ന് തന്നെ അവളെ തടയുന്നു. ഈ ഭൂമിയിലെ ജനനവും മരണവും ഒക്കെ ഓരോരുത്തരുടെ വിധിക്കനുസരിച്ച് മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിലിടപെടുന്നത് ശരിയാവില്ല എന്ന് റൂളിംഗ് പറയുന്നു. തിങ്ങാൻ ചിന്തിച്ചത് ഗവർണറായിട്ടുള്ള അയാളെ കൊല്ലാൻ ഓർഡർ നൽകാനുള്ള അധികാരം രാജാവിന് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ സിമാജിയാവോ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും തന്നെ വേഷം മാറി ഉണ്ടായിരിക്കാനാണ് സാധ്യത. ഇക്കാര്യത്തിൽ ഇടപെട്ടാൽ അയാളിലൂടെ നമുക്ക് സിമാജിയാവോയുടെ അടുത്തെത്താൻ സാധിച്ചേക്കുമെന്ന് തിങ്ങാൻ പറയുന്നു. ശരിക്കും സിമാജിയാവോ അയാളെ കൊല്ലാൻ ഓർഡർ നൽകുന്നുണ്ടെങ്കിലും അത് പുറമെ ആരെയോ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. കൊല്ലുന്നതിന് മുമ്പ് അയാളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അവൻ തന്നെ ആൾക്കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഗവർണറുടെ പേര് ഷിയാനിയോ എന്നാണ്. അയാൾ ഓൾറെഡി തന്നെ വഞ്ചിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് സിമാജിയാവോ മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് നൽകി അയാളെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ അയാൾ കൂടെ നിൽക്കാൻ തയ്യാറാവും. അതുവഴി അയാളുടെ മുകളിലുള്ള മറ്റൊരു മെയിൻ ശത്രുവിനെ പിടികൂടുകയാണ് അവൻ്റെ ലക്ഷ്യം. പക്ഷേ അവൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് തിങ്ങാൻ ഷിയാനുവിനെ രക്ഷപ്പെടുത്താൻ തുടങ്ങുകയാണ്. അവൾ മാജിക് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് വല്ലാത്ത തിരിച്ചടി ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവളെ തടഞ്ഞിട്ട് റൂളിംഗാണ് മാജിക് പ്രയോഗിച്ചത്. റൂളിങ്ങിൻ്റെ കൾട്ടിവേഷൻ കുറെ കൂടി കുറവായതുകൊണ്ട് തിങ്ങാൻ്റെ അത്ര തിരിച്ചടി അവൾക്ക് നേരിടേണ്ടി വരില്ല. റൂളിംഗ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഒരു നിമിഷം സ്റ്റക്കാക്കി നിർത്തിയിട്ട് ഷിയാനിയുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ആരാണ് അയാളെ കൊല്ലാൻ ഓർഡർ നൽകിയതെന്ന് അവർ ചോദിച്ചപ്പോൾ രാജാവാണെന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു ബിൽഡിങ്ങിന് നേരെ അയാൾ നോക്കുന്നുണ്ട്. അവിടെ സിമാജിയാവോ ഉണ്ട് എന്ന് തിങ്ങാനും മനസ്സിലാവുന്നു. അയാളെ അവർ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നു. അങ്ങനെ സിമാജിയാവോ ഏർപ്പെടുത്തിയ ആൾ തനിക്ക് അയാളെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. അതിനു മുമ്പ് അയാൾ എങ്ങോട്ടോ അപ്രത്യക്ഷമായി എന്ന് സിമാജിയാവോയുടെ അടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ആരാണിതിന് പിന്നിലെന്ന് വേഗം കണ്ടെത്താൻ പറഞ്ഞ് അയാളെ
അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അതിനുശേഷം അവൻ എഴുന്നേറ്റ് ജനലിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്താണ് തിങ്ങാൻ അതുവഴി പാസ് ചെയ്ത് പോകുന്നത് കണ്ടത്. അവളെ കണ്ടപ്പോൾ എന്തോ ഒന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ആ ഓറഞ്ച് ഡ്രസ്സ് ധരിച്ച പെണ്ണിനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ അവൻ ഓർഡർ നൽകുന്നു. അങ്ങനെ അവൻ്റെ കാവൽക്കാർ തിങ്ങാൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷേ അവർ വന്ന് സംസാരിച്ച രീതി തിങ്ങാൻ്റെ ഉള്ളിൽ ആകെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്. സുന്ദരിയായി അവളെ തൻ്റെ മാസ്റ്റർ ദൂരെ നിന്ന് കണ്ടിട്ട് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായി വന്നിരിക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞത്. ഏതെങ്കിലും പെൺകോന്തനായിരിക്കും അവരുടെ മാസ്റ്റർ എന്നാണ് തിങ്ങാൻ ആദ്യം വിചാരിച്ചത്. അപ്പോഴാണ് നേരത്തെ ആ ഗവർണർ കാണിച്ച ബിൽഡിങ്ങിലാണ് തൻ്റെ മാസ്റ്റർ സ്റ്റേ ചെയ്യുന്നത് അയാൾ പറഞ്ഞത്. അതോടെ സിമാജിയാവയാണോ നിങ്ങളുടെ മാസ്റ്റർ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവൻ്റെ പേര് ഇപ്പോൾ അങ്ങനെ നേരിട്ട് പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൾ പേര് വിളിക്കുന്നത് കേട്ടപ്പോൾ അവരെല്ലാം പെട്ടെന്ന് ആയുധമെടുക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ആൾ ബാക്കിയുള്ളവരെ തടയുന്നു. സിമാജിയാവോ ആണ് തന്നെ വിളിച്ചുകൊണ്ട് എല്ലാനായി അവരെ വിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തിങ്ങാൻ ആകെ ദേഷ്യത്തിലാവുന്നു. അവന് കുറേ ഭാര്യമാരുണ്ട് എന്ന് നേരത്തെ കേട്ടിരുന്നു. ഇപ്പോൾ അവൻ സ്റ്റേ ചെയ്യുന്നത് ഒരു വേശ്യാലയത്തിലാണെന്ന് അവൾ അറിഞ്ഞിരിക്കുന്നു. മാത്രമല്ല വഴിയെ പോയൊരു പെണ്ണായി തന്നെ പിടികൂടിക്കൊണ്ട് ചെല്ലാനും പറഞ്ഞിരിക്കുന്നു. ഇത്രയ്ക്ക് വൃത്തികെട്ടവനായി അവൻ തരം താണിരിക്കുന്നു എന്നാണ് അവളുടെ ചിന്ത. അങ്ങനെ അവൾ ആകെ ദേഷ്യത്തിലാവുന്നുണ്ട്. ഇന്ന് ഞാൻ അവനെ ശരിയാക്കുമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ റോളിംഗ് പെട്ടെന്ന് അവളെ പിടിച്ചു നിർത്തിയിട്ട് അവനിപ്പോൾ എങ്ങനെയാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് നീ കുറച്ച് മുമ്പ് പറഞ്ഞതല്ലേ, എന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ തീരുമാനം ഞാനിപ്പോൾ മാറ്റി, ഇനി ഞാൻ അങ്ങനെ കോംപ്രമൈസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തിങ്ങാൻ ദേഷ്യത്തിൽ തന്നെ പറയുന്നു. റോളിങ്ങിനോട് തിരികെ പോയിക്കോളാൻ പറഞ്ഞിട്ട് എന്തായാലും അവൾ അവർക്കൊപ്പം പോകുന്നുണ്ട്.